ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കവിടെ വിചിത്രമായി കണ്ടൊരു കാര്യം, പൗലൂസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം പറഞ്ഞ് 4 പക്ഷം പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന വിശ്വാസികളെ പൗലൂസ് ഒന്ന് ഇങ്ങനെ ചിന്തിക്കാൻ വേണമെങ്കിൽ, എൻ്റെ പക്ഷത്തിലും കുറേ പേരുണ്ടല്ലോ, എങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടി മാറ്റി ഒരു സഭയുണ്ടാക്കുക. അങ്ങനെ ചിന്തിച്ചില്ല. പൗലൂസ് പറഞ്ഞത്, പൗലൂസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്? ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയ ദൈവത്തിന് മഹത്വം കൊടുത്ത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ സഭയെ നിലനിർത്തിക്കൊണ്ട് വന്നു. വല്ലോ കേൾക്കുന്നുണ്ടോ അഹരോന്റെ സന്തതികൾ ആരെങ്കിലും ഇത്? എനിക്ക് ദേഷ്യമല്ല, സങ്കടം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സഭയിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോയി വേറെ സഭ കൂട്ടുന്ന പരിപാടിയല്ലിത്. ഹല്ലേലൂയ, സ്വത്രം. നമ്മൾ ഉപദേശം പറയുമ്പോൾ ആൾക്കാർ വേർപിരിഞ്ഞ് വന്നാൽ അവർക്ക് വേണ്ടി ഉപദേശം കൊടുക്കും, അത് വേറെ കാര്യം. അങ്ങനെ ചെയ്യാൻ. കാരണം ദുരുപദേശത്തിൽ കിടക്കുന്നവർ സത്യവചനം പറയുമ്പോൾ വേർതിരിഞ്ഞ് വന്നാൽ അവരെ ഞങ്ങൾ കൂട്ടിച്ചേർക്കും. ഓക്കെ, അവർ ഉപദേശം പഠിപ്പിക്കും, അല്ലെങ്കിൽ അവർ നരകത്തിൽ പോകും. അതുകൊണ്ടാണ് ഇന്ന് സ്വർഗത്ത് പോകാനുള്ള ഉപദേശമൊന്നും ഒരു സഭയിലും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് തരംതിരിച്ച് മനസ്സിലാക്കണം. സ്വർഗത്ത് പോകാനുള്ള ഉപദേശം ഇത് സഭകൾ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാൻ അവർക്ക് നേരമില്ല. അവർ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടിക്കൊണ്ടിരിക്കുക. 10,000 രൂപ കോട കൊടുത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജഡികന്മാരാണ് നമ്മുടെ നേതൃത്വ നിരകൾ. എത്ര ലജ്ജാവഹം! ഹല്ലേലൂയ. 10-15 ഫോറിനേഴ്സുള്ള സഭകളിൽ പാസ്റ്ററായി കിട്ടാൻ വേണ്ടി മേൽ പാസ്റ്റർമാർക്ക് കോട കൊടുക്കുന്ന പാസ്റ്റർ. നിങ്ങൾ 2 കൂട്ടരും നരകത്തിലേ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ. ഞാനിത് പറയണ്ടേ? ഒരുത്തനെങ്കിലും പറയണ്ടേ? വെള്ളത്തിൽ ചാടി ചാകാൻ പോകുന്നതിന് കുടയും പിടിച്ചു പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? 68 വയസ്സായി ചാകാനിരിക്കുന്ന ഞാൻ പിന്നെ ഇനി ഈ സുഖിപ്പിച്ച് ചാകേണ്ട കാര്യം എന്തിരിക്കുന്നു? സത്യം വിളിച്ചു പറഞ്ഞെങ്കിൽ ചത്തേക്ക്, അത്രേ ഉള്ളൂ. തേപ്പാനോ സാധാ ചെയ്ത്. ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും അത് നിങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ന്യായപ്രമാണം ലഭിച്ചവർ ന്യായപ്രമാണം അനുസരിച്ചില്ല. അനുസരിക്കുന്ന എന്താ? യാഗം കഴിച്ച് നിയമം ചെയ്തവർ. അത് അനുസരിക്കുന്നവർക്ക് സ്വർഗത്ത് പോകാം, എല്ലാത്തിനൊക്കെ പോക്ക. പുതിയ നിയമത്തിലോ ക്രിസ്തു ആകുന്ന യാഗപീഠത്തിൽ നാം എന്ന യാഗവസ്തുവിനെ സമർപ്പിക്കുക. അതാണ് നമ്മുടെ യാഗം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കുക. പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ യേശുക്രിസ്തുവിന്റെ യാഗപീഠത്തിൽ, യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് ഇടയാക്കും. അങ്ങനെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുക. പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ലജ്ജ, നീതി ചെയ്യുമ്പോൾ കിട്ടുന്നത് വിശുദ്ധീകരണം, വിശുദ്ധീകരണം അന്തം നിത്യജീവൻ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാസ് എടുത്ത് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ ഈ 3 വിഷയം അടുക്കായിട്ട്? നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. എന്താ പ്രസംഗിക്കാത്തത്? അറിയത്തില്ലെന്നേ. പിന്നെ എന്താ അറിയാവുന്നവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിച്ച് പേരെടുക്കുക, പ്രസംഗിച്ച് കാശുണ്ടാക്കുക. ജസ്റ്റിഫിക്കേഷൻ, സാന്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ 3 മേഖലയിലൂടെ പോകാതെ ഒരെണ്ണം ദൈവരാജ്യത്തിൽ പോകത്തില്ല. നമുക്ക് ആളെ കൂട്ടാനൊക്കെ കഴിയും. കർത്താവിൻ്റെ പുറകെ ആളെ കൂടി രോഗശാന്തി കിട്ടാനും ഭൂതശാന്തി കിട്ടാനും അപ്പം തിന്നാനും 1000 10,000 കർത്താവിൻ്റെ പുറകെ കൂടി. ഉപദേശം കഠിനമാക്കിയപ്പോൾ ഓരോന്നോരോന്നായിട്ട് പോയി. എനിക്ക് അവിടെയുള്ള ആ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്ത് പാസ്റ്റർമാരത് മനസ്സിലാക്കിക്കോണം. ചൊട്ടയും പൊട്ടിച്ച് നിന്ന 12 എണ്ണത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കും പൊക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു. ദർശനം ലഭിച്ച പത്രോസ് പറഞ്ഞു, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള നിത്യസമ്പത്ത്. യേശു കർത്താവാണ് നമ്മുടെ സമ്പത്ത്. എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്ന്, യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ സമ്പത്തിന് അല്പം ദോഷം വരുമ്പോൾ തെറി വരെ പറയും. എനിക്കറിയാം പെന്തക്കോസ്തുകാരെ ചീത്ത വരെ പറയും.
സമ്പത്ത് നഷ്ടമായി കഴിയുമ്പോൾ, ഇച്ചിരി നഷ്ടമായി കഴിയുമ്പോൾ, എത്രയോ ലക്ഷങ്ങൾ എനിക്ക് പോയി, ഇന്നും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ഏതെങ്കിലും വഴി പോട്ടെന്നേ. നീതിമാന്റെ സന്തതി അപ്പം വിറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ഞാനും നീയും നേരോടെ നടന്നാലുണ്ടല്ലോ നമ്മുടെ നന്മ മുടങ്ങില്ല. മുടങ്ങുന്നെങ്കിൽ ചിന്തിച്ചോണം, നേരല്ല, പൊളഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. യഥാർത്ഥ വഴിയിലേക്ക് കടന്നു പോകാം. ഞാൻ ഈ വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെയൊക്കെ ഞാൻ ശാസിക്കും, തർജ്ജനം ചെയ്യും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ ചെയ്യണ്ടേ പിന്നെ ആരാ ചെയ്യുന്നത്? ശാസനയുണ്ട്, തർജ്ജനയുണ്ട്, കഠിനമായ ശാസനയുണ്ട്. വചനത്തിലുള്ളതാണെന്നേ, ചുമ്മാ പറയല്ല. അത് ആ കുറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ശാസിക്കും, തർജ്ജനം ചെയ്യും. അത് അവിടെ നന്മയ്ക്ക് വേണ്ടിയാ. നീതിമാന്റെ ശാസന തലയ്ക്ക് എണ്ണ. അല്ലല്ലോ, ആ ശാസന അവരെടുത്താൽ അവർക്ക് അനുഗ്രഹം. ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ തെറ്റിച്ച് കളയുന്നു. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ച് കളയുന്നു. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പേടിക്കേണ്ട വാക്യം, പേടിക്കേണ്ട വാക്യം, ഭയപ്പെടേണ്ട വാക്യം. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ചാക്കും ചുക്കും അറിഞ്ഞൂടാത്ത പാസ്റ്റർമാരെ പീഡിപ്പിക്കുക. ശിശുക്കളാണ് സഭ നടത്തുന്നത്, തെക്കും വടക്കും അറിഞ്ഞൂടാത്തവരെ. സ്ത്രീകൾ അവരെ വാഴുന്നു, സഹോദരിമാരുടെ ശുശ്രൂഷ. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നീ നടക്കേണ്ടെന്ന വഴി അവർ നാശിപ്പിച്ചു കളയുന്നു. പോരെ. അപ്പൊ അഹരോൻ ലീഡർഷിപ്പിലായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം. അവർ പിന്നെ ഇലക്ഷൻ നടത്തിയില്ലെങ്കിലും, അവർ പിന്നെ എന്ത് കാട്ടിയാലും അതിലൊന്നും അതിശോക്തിയില്ല. പറ്റുമെങ്കിൽ ഇന്നത്തെ പാസ്റ്റർമാര് എതിർക്കാൻ കഴിയുമെങ്കിൽ ദൈവവചനം എന്ന വാളെടുത്ത് അതിനെതിരെ പ്രസംഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളും പോയി വോട്ട് ചെയ്യുക അവർക്ക് വേണ്ടി. അല്ല, ഞാനെന്ത് പറയാനാ? ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് വോട്ടില്ലായിരുന്നു. ഇല്ലാത്തത് മഹാഭാഗ്യം. ഈ കള്ളന്മാർക്ക് കൊണ്ട് വോട്ട് കൊടുക്കേണ്ട കാര്യം എന്തിരിക്കും? അടുത്ത ഇലക്ഷൻ വരുമ്പോഴും എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ പോകത്തുള്ളൂ. പോയാൽ പോലും ഒരുവിധം മനസ്സാക്ഷിയായിട്ട് നിൽക്കുന്നവർക്ക്, കാരണം നമ്മളൊരു ഈ ലോകത്തിൻ്റെ നിയമം അനുസരിക്കണമല്ലോ, ഒരുവിധം മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ഒരാളാണ് നിൽപ്പുണ്ടെങ്കിൽ 2020 പോലുള്ള പാർട്ടികൾ അവർക്ക് കുത്തും. അതിനെന്നെ കുഴപ്പം? അല്ലല്ലോ, ജനനന്മയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് അവരുടെ ദേശനിവാസികൾ പറയുക. 2020 നന്മ അനുഭവിക്കുന്നവരും ആ പാർട്ടിയിൽ നിന്നുള്ള കിട്ടുന്ന ഭൗതികമായ നന്മകൾ സ്വത്രം ലഭിക്കുന്നവരൊക്കെ പറയുന്നു, ഈ പാർട്ടി വന്നുകൊണ്ട് ഞങ്ങൾക്ക് വീട് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ഇതിപ്പോൾ ഇവിടെയുള്ള കള്ളന്മാർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ട് പോവുക. അടിച്ചടിച്ചടിച്ച് അമ്പലം വരെയും കൊള്ളയടിച്ചെന്നല്ലേ കേൾക്കണേ. എൻ്റെ നിജസ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല, കേൾവിപ്പെടുന്നത് ഞാൻ പറയുക. അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം, കാരണം ദൈവമില്ലാത്തവന്മാരല്ലേ. സ്വത്രം. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ സഹോദരങ്ങളെ. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വലിയ കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, അപ്പൊ പ്രബോധനം ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലൂടെ മാത്രമായിരിക്കണം. അപ്പൊ പഴയ നിയമം ബുദ്ധി ഉപദേശത്തിനായിട്ട് പ്രസംഗിക്കണം. ഇപ്പൊ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്, അത് പരിജ്ഞാനത്തോടെ പ്രസംഗിച്ചോണം. ബാലൻ നിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വയലത്താൽ അതിനെ സൂക്ഷിക്കുന്നതിൽ തന്നെ. സങ്കീർത്തനമല്ലേ, നമുക്ക് എടുക്കാം അത്. അതുപോലെ പല ഭാഗങ്ങളും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിൽ നിന്ന് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അനുസരിക്കാൻ തന്നിരിക്കുന്ന പ്രമാണം ന്യൂ ടെസ്റ്റമെന്റ്, ക്രിസ്തുവിൻ്റെ പ്രമാണം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിത് പറയാൻ വേറെ വാക്കുകളില്ലാഞ്ഞിട്ടോ ഉപദേശം ഇല്ലാഞ്ഞിട്ടല്ല. ഈ കേൾക്കുന്ന ദൈവമക്കൾ ദയവായി ഇതൊന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കണേ. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. വാക്യം തെറ്റിക്കല്ലേ പ്ലീസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. ഇല്ലേ? 2 പത്രോസ് 3-ന്റെ 1-2 ഇല്ലേ അതിലെ പുസ്തകത്തില്? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ.
പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാരും കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം എന്നീ ലേഖനം 2:4 നിങ്ങളെ പ്രബോധിപ്പിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കും. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ നമുക്ക് വേണോ? അത് ഗുണപാഠമായിട്ട് ബുദ്ധിപരിശോട്ട് എടുത്തോണം. പക്ഷേ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതവുമായവൻ തന്ന കൽപ്പന അനുസരിക്കാനുള്ളതാണ്. മുൻപറഞ്ഞ വചനങ്ങൾ ബുദ്ധിപരിശോട്ട് എടുക്കുക. ഇതൊക്കെ പരിജ്ഞാനത്തോടെ നമ്മൾ എടുക്കുക. ഈ വചനത്തിനൊരു പരിജ്ഞാനമുണ്ട്. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. ചിലർ എന്തെങ്കിലും ഒരു പരിജ്ഞാനം പ്രാപിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് വലുതെന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഞാൻ എതിർക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് അങ്ങനെ തന്നെ സഭയെ പഠിപ്പിക്കുക. ഒരു ശകലം പോലും വിട്ടുകളയരുത്. നമ്മുടെ സ്വന്തം ഇറക്കൊക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് വെച്ചേക്കുക. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും നമ്മുടെ സ്വന്തം ഉപദേശങ്ങളും മാറ്റി വെച്ചിട്ട് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കുക. അതാണ് ദൈവവചനം. ചക്കും ചുക്കും അറിഞ്ഞൂടാത്ത പത്രോസ് എന്ത് പറയാനാ? ആത്മാഭിഷേകം അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിലാണ് അവർ സഭയെ പഠിപ്പിച്ചത്. ഇന്ന് ബുദ്ധി കൊണ്ട് അവർ സഭയെ പഠിപ്പിക്കുന്നത്. ബുദ്ധിയുടെ പ്രസംഗങ്ങളാണ്, ബുദ്ധി കൊണ്ടുള്ള പോക്കാണ് നടക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി സാത്താൻ കയറി പ്രവർത്തിക്കും. അവിടെ മനസ്സിലായിക്കോണം. വചനത്തിന്റെ വ്യവസ്ഥ നമ്മൾ പ്രസംഗിക്കുക. വചനത്തിന്റെ ഒരു വള്ളി പോലും പുള്ളി പോലും മാറ്റിക്കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഇതുണ്ടോ നമ്മളില്ലേ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏക മനസ്സുള്ളവരാകണം, ഏകഭാവമുള്ളവരാകണം, ഐക്യമത്യപ്പെടണം. ഹല്ലേലൂയ. ഏക മനസ്സ്, ഏകഭാവം, ഐക്യമത്യപ്പെടുക, ഏകഭാവം. 4 കാര്യം. ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ പ്രബോധനമാണ് സഭയ്ക്ക് വേണ്ടത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. മോശയുടെ പ്രബോധനങ്ങൾ നമുക്ക് ബുദ്ധിപദേശമായിട്ടൊക്കെ പഠിക്കാം, കുഴപ്പമില്ല. സഭയെ പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തെറ്റാതെ എഴുതിയത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിൽ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഞാൻ ഈ പറയുമ്പോൾ ഇച്ചിരി ഗൗരവത്തിൽ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ അതിൽ ആരോടും പിണക്കും വിദ്വേഷവും വഴക്കമൊന്നുമില്ല. വചനം പഠിക്കാതിരിക്കുന്നവരോട് ഇച്ചിരി ഗൗരവത്തിൽ പറയേണ്ട കാര്യമുണ്ടത്. ആ പറയുമ്പോൾ അത് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. ഒരു വിഷയമെടുത്ത് സബ്ജക്റ്റ് പ്രസംഗിക്കുമ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കാതെ പോയാൽ ആ ടോക്ക് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചുമ്മാ കുറേ വാചക കസരത്ത് നടത്താന്നേ ഉള്ളൂ. പിന്നെ രാവിലെ ഒരു സഹോദരൻ ഒരു മെസ്സേജ് ഇട്ട് ഞാനത് വായിച്ചു. അത് എഴുതിയിരിക്കുന്നത്, അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമക്കൾക്ക് ശാപമില്ല, ദൈവമക്കൾക്ക് ശാപം ഏക്കത്തില്ല. ആര് പറഞ്ഞു ശാപം ഏക്കത്തില്ലെന്ന്? ദൈവമക്കളായിരിക്കണം. അപ്പാപിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ പ്രാപിച്ച് ദൈവമക്കളായി തീരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്, കലാത്തിലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അപ്പാപിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കുന്ന യുവക്കൾക്ക് ശാപമില്ല. പുള്ളി പറയുന്നത് പഴയ നിയമത്തിലെ ഏതോ ഒരു ഭക്തൻ പറഞ്ഞ കാര്യം എടുത്ത് പറഞ്ഞിട്ട് ശാപമില്ലെന്ന് അതിലവിടെ പറഞ്ഞിട്ടുണ്ട്. സഹോദര, അതവിടെ നിൽക്കട്ടെ. പുതിയ നിയമസഭയുടെ അപ്പോസ്തലനാരാ? പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദ, അവരാണ് അപ്പോസ്തലന്മാർ. അതിൽ അഗ്രഗണ്യൻ പൗലോസാ. പൗലോസ് എന്താ പറഞ്ഞേക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ ദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങൾ അനുസരിക്കാതെ അതിനെ മറുതലിക്കുകയും അതിനെ എതിർക്കുകയും ന്യായപ്രമാണത്തിലെ വിഷയങ്ങളൊക്കെ എടുത്ത് അതിനെ കോട്ടിക്കളയുകയും ചെയ്താൽ ശപിക്കപ്പെട്ടവനാ. ഇന്ന് ആത്മീയ ഗോളത്തിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം ശപിക്കപ്പെട്ട് കിടക്കുകയല്ലേ? നിങ്ങൾ ചിന്തിച്ചോ? 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ 16-ാം വാക്യത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആരാ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതാണ് പ്രധാന കാരണം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കാത്തവൻ വചനം പ്രമാണിക്കുന്നില്ല.
ദൈവമക്കളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. രാവിലെ എൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ശരീരത്തിൽ രോഗമുണ്ട്, സാരമില്ല, ഐ ലവ് യു ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ രോഗം വെച്ചാൽ പിന്നെ സ്നേഹിക്കുന്നതിന് എന്താ കുഴപ്പം? രോഗമുണ്ട്, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, പോരാട്ടമുണ്ട്, വെല്ലുവിളിയുണ്ട്, എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ എന്താ കുഴപ്പം? ഇതൊക്കെ നമുക്ക് ഉണ്ടാകുമെന്നല്ലേ പുസ്തകം പഠിപ്പിച്ചത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് ദൈവത്തിലായി തീരുമ്പോൾ പ്രശ്നം തുടങ്ങുകയാണ്, തീരുകയല്ല. ഇന്നത്തെ കൾട്ട് ഉപദേശിമാര്, പുസ്തകം പഠിക്കാത്ത ഉപദേശിമാര് പഠിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് നീ സഭയുടെ അംഗമായ നിന്റെ പ്രശ്നം മുഴുവൻ തീർന്നെന്നാ. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല, നീ പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടിയെന്നാ. ലോകം, ജഡം, പിശാച് നിനക്കെതിരാ, നീ യുദ്ധം ചെയ്യണം, നീ ഫൈറ്റ് ചെയ്യണം. അതിനുള്ള ആയുധം പൗലോസ് തരുന്നുണ്ട്. 7 സർവായുധം 8-ാമത്തെ പത്രോസ് തരുന്നുണ്ട്. കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പിൻ. 7 ആയുധവർഗം എടുത്ത് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യണം നമ്മൾ. അങ്ങനെ യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി ജീവിക്കണം. അല്ല ക്രിക്കറ്റ് ടീമിന്, വനിതാ ടീമിന് ജയിച്ചു കഴിഞ്ഞപ്പോൾ എക്സോഡസിലൊരു വാക്യം ഹൃദയത്തിൽ തന്ന് അത് വെച്ച് ഒരു അടിയടിച്ചപ്പോൾ 6 പോയി, ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ശൈശവാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശൈശവാവസ്ഥയിൽ കിടക്കുക, നിങ്ങൾ ആഗ്രഹവും ലീഡർഷിപ്പിൽ കിടക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശത്തിലേക്ക് വരണം. ഈ ലോകത്തിൻ്റെ ജയം ഒരു ജയമല്ല. എഫെസോ സഭയോട് പറയുന്നത്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എഫെസോ സഭയെ കള്ളപ്രവാചകന്മാർ വന്ന് പ്രവചിക്കാൻ വന്നു. 7 സഭകളിൽ 1-ാമത്തെ സഭ, 7 സഭകൾ 7 കാലഘട്ടങ്ങളെയാണ് കാണിക്കുന്നത്. അതൊക്കെ വളരെ വികലമായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം. ആ 1-ാമത്തെ സഭയിൽ വന്ന പ്രവാചകന്മാരെ 1-ാമത്തെ സഭയിലെ പാർശ്വ വിശ്വാസികൾ കൂടി പരീക്ഷിച്ചപ്പോൾ കള്ളന്മാരെന്ന് കണ്ടു. എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് സഭയിൽ കിടന്ന് ഞെരങ്ങുന്ന ശുശ്രൂഷകന്മാര്, നല്ല വചനം പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ്. ദുരുപദേഷ്ടകന്മാരാണ് നല്ലൊരു ശതമാനവും. ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ആളെ കൂട്ടുക, പൈസ ഉണ്ടാക്കുക, പേര് ഉണ്ടാക്കുക. മൈക്കില്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയുണ്ടോ പ്രാസംഗികന്മാര്? ഗിരിപ്രഭാഷണത്തിന് മൈക്ക് ഉപയോഗിച്ചോ കർത്താവ്? എനിക്ക് മൈക്ക് വേണമെന്നൊന്നുമില്ല. ഒരു 10-500 പേര് ഇരിക്കുന്നിടത്ത് പ്രസംഗം ഒരു കുഴപ്പമില്ല. എന്നാ ഈ സംവിധാനങ്ങൾ ഉണ്ടായേ? എന്നാ ഈ കറണ്ട് ഉണ്ടായേ? ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ വേണം, ഇന്റർനെറ്റ് എല്ലാം വേണം. കാര്യം ശരി, ഞാനതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അതുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ വേലയ്ക്ക് കൊള്ളത്തില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എല്ലാം ഒരുപക്ഷെ എതിരായി നിൽക്കും. കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന വചനം പറയുന്നു. ഞാൻ പിന്നെയും വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ശാഠ്യത്താലോ ദുരോഹത്താലോ ഒന്നും ചെയ്യാതെ, ഹല്ലേലൂയ, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കുക. ഒരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കുക. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം. 3 കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ ഭാവം ഫിലിപ്പിയർ 2:5. ക്രിസ്തുവിന്റെ മനസ്സ് 1 കൊരിന്ത്യർ 2:16. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം 2 പത്രോസ് 1:4. ഇത് കുറിച്ചിട്ട് പഠിച്ചോണേ. അല്ലയോ പാസ്റ്റർമാരെ, ഇത് നിങ്ങളുടെ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കും രക്ഷയില്ല, വിശ്വാസികൾക്കും രക്ഷയില്ല. ഞാനിത് തറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം, ഐ എം ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യമായതുകൊണ്ടാണ് പറയുന്നത്, വചനമായതുകൊണ്ടാണ് പറയുന്നത്. ദൈവ വചനത്തിലൂടെയാണ് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എൻ്റെ വാക്കുകളല്ല, എൻ്റെ അഭിപ്രായങ്ങളല്ല. ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടാകണം. എങ്ങനെ ഉണ്ടാകും? ഉപദേശം പറഞ്ഞും ഉപദേശം പഠിപ്പിച്ച് അനുസരിച്ച് ജീവിച്ച്, ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ നമുക്ക് അവരെ വചനം പഠിപ്പിക്കാൻ കഴിയണം. ഇത് പൈസ ഇല്ലെങ്കിൽ പഠനമില്ല, പൈസ ഇല്ലെങ്കിൽ പ്രസംഗമില്ല. ഇവിടെ സദാം ഹുസൈൻ
ജൂനിയർ ബുഷിനെ കുറിച്ചോ സീനിയർ ബുഷിനെ കുറിച്ചോ പറഞ്ഞാണെന്നോ, സീനിയർ ബുഷ് ആണെന്ന് തോന്നുന്നു. സീനിയർ ബുഷ് ആരാണ്? ടെലഫോൺ ബോക്സ് ആണെന്ന്, കൊയിനിട്ട വർക്ക് ചെയ്യില്ലെങ്കിൽ വർക്ക് ചെയ്യില്ലെന്ന്. എത്ര സത്യമായുള്ള മരിച്ചു. സദാമിനെ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുന്നു, പല കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതെല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെ. ട്രംപിനെ പല കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുന്നു, പല കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. കണ്ണടച്ച് വിശ്വസിക്കാൻ നമ്മൾ പൊട്ടന്മാരല്ല. ന്യായമായ കാര്യങ്ങൾ, 4 പേര് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അംഗീകരിക്കില്ലെങ്കിൽ അംഗീകരിക്കത്തില്ല. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാവും. കോട കൊടുത്ത് സാക്ഷ്യം പറയിക്കുന്ന രീതി ദൈവസഭയ്ക്കില്ല. എന്നാൽ പാസ്റ്റർമാർ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയായിരുന്നു. കോട കൊടുത്ത് പ്രസിഡന്റ്, കോട കൊടുത്ത് സെക്രട്ടറി, കോട കൊടുത്ത് ഖജാൻജി, കോട കൊടുത്ത് സെൻട്രൽ പാസ്റ്റർ, കോട കൊടുത്ത് 15 പേരുള്ള ഗൾഫ് സഹോദരങ്ങളുള്ള പാസ്റ്റർ, ഇതെല്ലാം കോട കൊടുത്ത് നടക്കുക. തനി ലോകത്തിന്റെ പകർപ്പായി മാറി. ഇന്നത്തെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പെന്തക്കോസ്തുകാർ TPM-കാർ അതിലുണ്ടെന്നുള്ളതാണ് അർത്ഥം. IPC-കാർ കാൻഡിഡേറ്റ് ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ മഹാത്മ്യം. അഹരോൻ നേതൃത്വത്തിലുള്ളവർക്ക് ഇതില്ലെങ്കിലേ ഉള്ളൂ. കാരണം അവർ തമ്മിലടിക്കുക, കാശുണ്ടാക്കാൻ വേണ്ടി. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു സത്യമുണ്ട്, ഞാനങ്ങ് തുറന്നു പറയുക. പുള്ളിക്ക് 4-5 മക്കളുണ്ടായിരുന്നു. ഈ 5 മക്കളും കൂടി കിടന്ന് തമ്മിത്തല്ല. എന്താണെന്നറിയാം? എനിക്കാണോ കാശ്, നിനക്കാണോ കാശ് കൂടുതൽ? അമേരിക്ക, ലണ്ടൻ, ജർമ്മൻ, ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഉള്ളതുപോലെ പറയുക. ഒരു ചുക്കും ചെയ്യാനില്ല അവരൊന്നും നമ്മളെ. ഏറ്റവും 2 ചീത്ത പറയുമായിരിക്കും. എത്രയോ ചീത്ത പറഞ്ഞേക്കുന്നു, അന്തയ്ക്ക് വിളിച്ചേക്കുന്നു, ചീത്ത കളിയാക്കുന്നു. തല്ലുകൊള്ളേണ്ടി വന്നാൽ തല്ലുകൊള്ളും. കാര്യം പറയണ്ടേ? നീയാണോ വലുത്, ഞാനാണോ വലുത്, നിനക്കാണോ പണം കൂടുതൽ, എനിക്കാണോ പണം കൂടുതൽ എന്ന് പറഞ്ഞ അവർ മത്സരമാണെന്ന് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ അത് ശരിയാ. കൂടുമ്പോൾ എല്ലാം കൂടി കൂടും, ചപ്പൻ ചവറും പറഞ്ഞുകൊണ്ട്. അത് കഴിയുമ്പോൾ തമ്മിൽ തല്ലും, വഴക്കുണ്ടാക്കലും, ആള് കളിക്കലും പണി. ദൈവമക്കളെ, ഇതിനൊക്കെ പ്രധാന കാരണം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവപുരുഷനായ ദൈവപുരുഷൻ എന്ന് പറയുമ്പോൾ ദൈവപുരുഷനാണല്ലോ അദ്ദേഹം, അങ്ങനെയാണല്ലോ മരിച്ചത്. പൗലൂസിന് ക്രിസ്തു ദർശനം ഉണ്ടായി. നീ മുള്ളിന് നേരെ ഉദയ്ക്കുന്ന നിനക്ക് വിഹിതമല്ല, നീ ആരാകുന്ന കർത്താവേ, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാൻ. ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ ചെതുമ്പൽ കണ്ണിൽ നിന്ന് വീണുപോയപ്പോൾ, ശ്രദ്ധിച്ചോണേ, ഇതൊക്കെ കേട്ട് പഠിച്ചോണേ, ഇതൊക്കെ അർത്ഥങ്ങളുണ്ട്. സ്കൂളിൽ പോകാത്ത ഉപദേശി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ വീണുപോയി. PTH-കാരും CTH-കാരും MTH-കാരും ഡോക്ടറേറ്റ് എടുത്തവനും റവറൻറ്റ് പട്ടക്കാരനും ഒക്കെ ശ്രദ്ധിച്ചോണേ. സ്കൂളിൽ പോകാത്ത അനന്യാസ് പോയി പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ വീണുപോയി കണ്ണിൽ നിന്ന്. അവൻ ഫിലിപ്പിയിലെ ലേഖനത്തിൽ എഴുതി വെച്ചു, എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്ന് ഞാൻ എണ്ണുന്നു. 3-ാം അധ്യായത്തിൽ അത് കിടക്കുക. 8-ാം നാളിൽ പരിച്ഛേദിയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ആരും തന്നെ നിന്ദിക്കത്തില്ല, എല്ലാം അനുസരിക്കുന്നവനാ. അവൻ എന്ത് ചെയ്തു? ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമില്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശേഷ നിമിത്തം ഞാനിപ്പോഴെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അടുത്ത് അവൻ്റെ കഷ്ടാനുകളുടെ കൂട്ടാമ അനുഭവിച്ചെറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധനെയും മരിച്ചവിടെയും എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ചവറെന്നെണ്ണുന്നു. ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണിയ പൗലൂസിനെ ഒപ്പിയെടുക്കാൻ ആരുണ്ട് ഇവിടെ? ഏത് നേതൃത്വ നിരയുണ്ട്? ഏത് വിശ്വാസ സമൂഹമുണ്ട്? ഏത് സംഘടന നേതാക്കന്മാരുണ്ട്? ഞാൻ ചോദിക്കുക. സംഘടന ഉണ്ടാക്കി, കാശുണ്ടാക്കി, ആളെ കൂട്ടി ഭൗതികം വർദ്ധിപ്പിക്കുന്ന ജഡീകന്മാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പിൽ എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്, സങ്കടമുണ്ട്. ഈ ചപ്പടി വിദ്യകളെല്ലാം നിർത്തിയിട്ട് പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ചു നോക്കിയേ, ഓരോന്നോരോന്നായിട്ട് തൊഴിയാൻ തുടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ, യാവേ സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം. ആരിലുണ്ടാകണം? പൗലൂസിലുണ്ടാകണം. ആരിലുണ്ടാകണം? വിശ്വാസികളുണ്ടാകണം. ഇപ്പം നമുക്ക് ആർക്കുണ്ടാകണം? പാസ്റ്ററിനുണ്ടാകണം. പിന്നെ ആർക്കുണ്ടാകണം? വിശ്വാസികളുണ്ടാകണം. ക്രിസ്തു യേശുവിൻ്റെ ഭാവം ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഭാവം എന്തായിരുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ വചനം പഠിച്ചു വന്നപ്പോൾ
മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. മത്തായി 22-ന്റെ 16 ഒന്ന് വായിച്ചേ. മത്തായി 22-ന്റെ 16 ആരെടുക്കുന്നു? ആര് വായിക്കാം? ഹല്ലേലൂയ. ആ ആ ആ ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും, വേറൊരു വേഷനിൽ ആരെയും ഗണ്യമാക്കാത്തവരും, ആരെയും ശങ്കയില്ലാത്തവനും ആരെയും ഗണ്യമാക്കാത്തവരും. ആ കർത്താവ് അങ്ങനെ ആയിരുന്നു. കർത്താവിൻ്റെ മക്കളും അങ്ങനെ തന്നെ ആകണം. കാരണം ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണ്ടേ, ക്രിസ്തുവിൻ്റെ മനസ്സ് വേണ്ടേ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം വേണ്ടേ. വേറെ ആയാൽ എന്താ കുഴപ്പം? വേറെ ആയാൽ പോയില്ലേ? നമുക്കൊരു സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം വേറെ ആയി പോയില്ലേ? മനുഷ്യരാണ്, നമ്മൾക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഏത് പ്രാസംഗികനും ഏത് വിശുദ്ധനും തെറ്റിപ്പോകാം. തിരുത്തണം, തിരുത്തണം. ഞാൻ അങ്ങനെയാണ്, ഞാൻ തെറ്റിപ്പോവും, ഞാൻ തിരുത്തും. വിരൽ ചൂണ്ടിയാൽ, ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഞാൻ തിരുത്തും. ഒരു മടിയില്ല അതിന്. യൂട്യൂബ് പ്രാസംഗികനാണ്, അതുകൊണ്ട് തിരുത്താൻ പാടില്ലെന്ന് ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? യൂട്യൂബ് പ്രസംഗിച്ച് മുഴുവൻ കാശുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപേക്ഷകന്മാരും അല്ലേ ഏറ്റവും കൂടുതൽ? അല്ലല്ലോ. എല്ലാവരും അടച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയ ശേഷിപ്പ് പത്യവചനം, പത്യോപദേശം, ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷവും പ്രസംഗിച്ച് യൂട്യൂബറായി കാശുണ്ടാക്കുക. എനിക്കറിയാം ഒരു പാസ്റ്ററിന് 1,00,000 രൂപ ഒന്നും അറിയാതെ കിട്ടും എല്ലാ മാസം. പോരെ ജീവിക്കാൻ? പുട്ടടിക്കാൻ പോരെ? എനിക്ക് 5 പൈസ വേണ്ടായിരുന്നു. എൻ്റെ പ്രസംഗം 1000 പേര് വരെ കേട്ടിട്ടുള്ള മെസ്സേജുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം, മഹത്വം. കേട്ട് നന്നാകട്ടെ. ഇവിടെ കാശും വേണ്ട, ഒരു കുന്തവും വേണ്ട. ദൈവം ആരിലും കൂടിയൊക്കെ തരുന്നെങ്കിൽ അത് മതി. പരിമിതമായ നന്മകൾ അത് മതി. യൂട്യൂബിൽ പ്രസംഗിച്ച 1,00,000 2,00,000 ഉണ്ടാക്കുന്ന ഈ സിനി ഫീൽഡിൽ കിടക്കുന്ന ലോക മനുഷ്യരൊക്കെ എത്ര ലക്ഷം ഉണ്ടാക്കുന്നതെന്നറിയാവും. അവർ പിന്നെ പോട്ട് നരകവാസികളാണെന്ന് വെക്കാം. ഇത് പെന്തക്കോസ്തുകാർ തുടങ്ങിയാലും എന്ത് ചെയ്യും? പാസ്റ്റർമാർ തുടങ്ങിയാലും എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇനി അവരെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. യേശുക്രിസ്തു ദാസരൂപമെടുത്തു. രൂപമാണ് ദാസം, രൂപമാണ് ദാസത്വം. യഥാർത്ഥത്തിൽ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേഷ്ടകന്മാരെ, നിങ്ങളിത് കേക്ക്. ദാസരൂപമായിരുന്നു, വേഷത്തിലാണ് അവൻ മനുഷ്യനായത്. പൂർണ്ണ ദൈവമാണവൻ. അങ്ങനെയാ തിരുവചനം പഠിപ്പിക്കുന്നത്. എന്തിന്? യെശയ്യാവ് പറയുന്ന ഒരൊറ്റ വാക്യം മതിയല്ലോ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. വീരനാം ദൈവം, നിത്യപിതാവ്. കോടാനുകോടി യുഗങ്ങൾക്ക് മുമ്പും പിമ്പും അവൻ ദൈവം തന്നെയാണ്. ആദിയിൽ ദൈവം എന്ന് തുടങ്ങി ആ ദൈവം തന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ ശുശ്രൂഷ തികച്ച് പിതാവിലേക്ക് ലയിക്കുന്ന ഒരു പഠനം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലുണ്ട്. അത് എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതുവരെ ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞ ദൈവമേ എന്നോട് ക്ഷമിക്കണേ കർത്താവേ, ഞാനെന്നും ഒന്നും പറയാൻ പാടില്ല. ഞാനെന്നുള്ള ഭാവം നമ്മളിൽ നിന്ന് പോകണം. അത് അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെതാണ്. 1 കൊരിന്ത്യർ 15:20 എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുള്ള ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുക. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ്റെ നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടു വന്ന ശേഷം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ എന്ന് സ്പഷ്ടം. ശ്രദ്ധിക്കണേ. എന്നാൽ സകലവും അവന് കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. കീഴ്പ്പെട്ടിരിക്കും, കീഴ്പ്പെട്ടിരിക്കും. പിതാവ് പുത്രനിലേക്ക് ലയിക്കുമെന്നാണ് പിതാക്കന്മാരിൽ ഞാൻ കിട്ടിയ പഠനം. ഞാനത് അങ്ങനെ തന്നെ പറയുക.
പിന്നെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 10:16 വായിച്ചേ. സെഖര്യാവ് 14:9. സെഖര്യാവ് 14:9. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ആത്മീയമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതൊന്നും ആരും പഠിപ്പിക്കാനൊന്നും ഇവിടെ ആളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പഠനം കിട്ടിക്കൊണ്ട് സ്വത്രം. 10:16. ആ ഉണ്ട്. അവരെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവരെൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. അത് പ്രവചനവാക്യമാണ്. ഒരാട്ടിൻകൂട്ടം ഒരു ഇടയനുമാകും. യോഹന്നാന്റെ സുവിശേഷം 10:16 മതി. സ്വത്രം. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനാവും. സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ മാർമികമായ സത്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 14:9 യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. ഹല്ലേലൂയ. സർവഭൂമിക്കും രാജാവാകും. ഈ ലോകത്ത് മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു രാജാവായി പിതാവാം ദൈവം മാത്രമാകും. സർവഭൂമിക്കും രാജാവായി തീരും ദൈവം. പുത്രൻ പിതാവിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് ആദാമ്യ പാപനിമിത്തം പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യനെ രക്ഷിക്കാൻ പുത്രനായിട്ട് ദൈവം വന്നു. ശുശ്രൂഷ തികച്ച് പിതാവിലേക്ക് ലയിക്കുന്നു. പിന്നെ ഏകദൈവം. ഇതൊക്കെ വചനത്തിൻ്റെ മർമ്മങ്ങളാണ്. ഈ വെളിവ് കേട്ട മുസ്ലിങ്ങളോട് പറഞ്ഞ ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം അവരൊക്കെ നല്ല ആത്മാവുള്ളവരല്ലല്ലോ. ഇവിടെ പെന്തക്കോസ്ത് പാസ്റ്റർമാരോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ ഇനി അവരോട് പറയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരും